ഫോർച്യൂണറും ടയോട്ടന്റെ വണ്ടികളാണോ ആവശ്യക്കാർക്ക് നമ്മളെടുത്തൊന്ന് ബന്ധു നോക്കി പോവുക. അങ്ങനെ ഉണ്ടല്ലോ, ബന്ധു നോക്കിയിട്ട് നമ്മളെ വണ്ടി നോക്കുക, നമ്മളെ വിലപ്പാകുണ്ടോ, വണ്ടി ക്വാളിറ്റി ഉണ്ടെങ്കിൽ എടുത്താൽ മതിയല്ലോ. ഒരു മുതൽ വാങ്ങാൻ വരുന്നോണ്ട് എല്ലായിടത്തും പോയി ചെക്ക് ചെയ്യാം. അങ്ങനെ ഉണ്ടല്ലോ, എവിടെയാണോ ക്വാളിറ്റി, എവിടെയാണോ വിലക്കുറവ്, അവിടുന്ന് പോലും എടുക്കാൻ പാടുള്ളൂ. ഞാനൊരു മുതൽ വാങ്ങാൻ പോകുമ്പോൾ ഞാനും അങ്ങനെ തന്നെ ചെയ്യാം. വണ്ടിന്റെ വില ശരാശരി ഒരു 16 റുപ്യ കുറച്ച് ജാതി വണ്ടി കിട്ടൂല. ആ സാധനം ഞാൻ 13,400 റുപ്യക്ക് നിങ്ങൾക്ക് തരും. ആ 13,400 റുപ്യ ലോണും ബാങ്ക് കൊടുക്കും. കൊണ്ടുപോകണോ ഓയിൽ ചേഞ്ച് അടക്കം ഞാൻ ചെയ്ത് വെച്ചാ 10,000 കിലോമീറ്റർ ഞാൻ ചിന്തിക്കുന്ന വേണ്ട. 4 ടയറും പുതിയതുണ്ട്. എല്ലാ വണ്ടിക്കും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അത് എല്ലാ വണ്ടിയും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കും വന്നിട്ട് ഇതൊക്കെ ഓടി വരുന്ന വണ്ടികളാണ്. ഇതിന്റെ മുമ്പ് ആരും ഉപയോഗിച്ചൊന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മളെ സ്വന്തം വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടുന്ന് എല്ലാ വണ്ടിന്റെ എഞ്ചിൻ ഓയിൽ, ഗിയർ ഓയിൽ, പവർ സ്റ്റാരിംഗ് ഓയിൽ, ബ്രേക്ക് ഓയിൽ, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ മൊത്തം, അതായത് ഒരു ജെന്യൂൻ ചെക്കപ്പ് നമ്മൾ ചെയ്തിട്ട് ഏത് വണ്ടിയും കൊടുക്കുള്ളൂ. ഇതൊക്കെ എന്താ ആളുകൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ആളുകൾ ഇവിടുന്നാണ് സ്റ്റാർട്ടാക്കി എണ്ണി ഞാൻ ഫുൾ ടാങ്ക് അടിച്ചു കൊടുക്കുക. പിന്നെ അവിടെ കാസർഗോഡോ തിരുവനന്തപുരത്ത് എത്തിയിട്ട് ഒരു വണ്ടി നിർത്തുള്ളൂ. ആ അതെ, ശ്രദ്ധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. ഒറിജിനൽ കേരള വണ്ടി Z ഓട്ടോമാറ്റിക് 16 Z ഓട്ടോമാറ്റിക് ക്രിസ്റ്റ ഇറങ്ങിയ വർഷത്തുള്ള വണ്ടിയാണ്. അതെ. പിന്നെ ഏതാ രജിസ്ട്രേഷൻ വരുന്നത്? ഇത് വരുന്നത് KL 59. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ 2025 അവസാനം നൂർ മോട്ടോഴ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെ, നൂർക്കാരുടെ കൂടെ സ്വാഗതം. അതെ, വീഡിയോയിലേക്ക് നമ്മളെല്ലാരും സ്വാഗതം ചെയ്യാണ്. സ്വാഗതം ചെയ്യല്ലേ, വീഡിയോയിലേക്ക് നമ്മളെല്ലാരും സ്വാഗതം ചെയ്യണം. വീഡിയോയിലേക്ക് സ്വാഗതം. ഷോറൂമിലേക്ക്. അതെ 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 അതെ. അപ്പൊ എന്തായാലും വർഷാവസാനമായിക്കാം, കൊല്ലം അവസാനമായി. അതായത് ഒരു വണ്ടി എടുക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് ടയോട്ടയുടെ വണ്ടികൾ, എന്റെ ബ്രാൻഡിനെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇനോവ, ക്രിസ്റ്റ, ഫോർച്യൂണർ, ഈ വണ്ടികൾ നമ്മളെ കയ്യിൽ റെഡി സ്റ്റോക്ക് എപ്പാടും വണ്ടി ഉണ്ട്. വെള്ളം നിറച്ചും പിന്നെ കുറച്ചും ഉണ്ട്. അപ്പൊ ഏത് വണ്ടി വേണമെങ്കിലും നമ്മളെടുത്ത് റെഡി സ്റ്റോക്ക് ഉണ്ട്. ആവശ്യക്കാർക്ക് 25 ഒരു വണ്ടി സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളവന് ഇപ്പൊ 26 ഫസ്റ്റിൽ എടുക്കണം എന്നുള്ളവനും 25 ആവുമ്പോൾ കുറച്ച് വില വ്യത്യാസം ഉണ്ടാവുമല്ലോ അല്ലെ? വില നമ്മൾ മാക്സിമം കൊടുക്കലുള്ളൂ. നമ്മളെന്താ ഇത് വലിയ വില ചോദിച്ചാൽ മുതൽ പണി നടക്കൂല. മാക്സിമം വില കുറച്ച് നല്ല വണ്ടി, ഇതാണ് നമ്മളെ കച്ചവടം. പിന്നെ നമ്മളെ വണ്ടിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും പകുതി പൈസ എന്ന വണ്ടി നമ്മൾ ഡെലിവറി കൊടുക്കും. ഓൽക്ക് അറിയുന്ന ഏത് ഷോറൂമിലും ഏത് വർക്ക്ഷോപ്പിലും കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് ബാക്കി പൈസ തന്നാൽ മതി. അത് എന്റെ ഒരു ഹൈലൈറ്റ് കച്ചവടത്തിന്റെ. ഫുള്ള് പൈസ തന്നിട്ട് ഗേറ്റിന്റെ പുറത്തേക്ക് ഇറങ്ങുള്ളൂ എന്നുള്ള കച്ചവടം നമ്മൾ എടുത്തില്ല. ചെക്കിങ്ങിന് വാറണ്ടി പറഞ്ഞാൽ 1-2 ദിവസം പോലും കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഇതിപ്പോ കാലാകാലം നമ്മളൊരു വണ്ടിക്ക് ഗ്യാരണ്ടി വാറണ്ടി കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ 10 ലക്ഷം റുപ്യന്റെ വണ്ടി കൊടുക്കുകയാണെങ്കിൽ 5 ലക്ഷം റുപ്യ തന്നവർക്ക് വണ്ടി കൊണ്ടുപോകാം. 1-2 ദിവസം പോലും ഏത് അംഗീകാരമുള്ള അംഗീകാരം ഇല്ലാത്ത ഏത് ഷോറൂമിലും കൊണ്ടുപോയി ഉറപ്പ് വരുത്തിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പൈസ തന്നാൽ മതി. ബാലൻസ് അത്രേ പറയാനുള്ളൂ. മാക്സിമം വില കുറച്ച് നല്ല ക്വാളിറ്റി വണ്ടികൾ കൊടുക്കാം. അപ്പൊ ലൊക്കേഷൻ അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, മലപ്പുറം വള്ളോമ്പ്രത്താണ് ലൊക്കേഷൻ വരുന്നത്. വള്ളോമ്പ്രം ജംഗ്ഷൻ തന്നെ അല്ലേ? അതെ അതെ അതെ. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ വെള്ളോമ്പ്രം നൂർ മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും എന്നാണ് നമ്മളൊരു പ്രതീക്ഷ. ഗൂഗിൾ മാപ്പിൽ ഇട്ടാൽ വരും. പിന്നെ പറഞ്ഞില്ല, നമ്മളെ നിയറസ്റ്റ് ആണ് കരിപ്പൂർ എയർപോർട്ട്, നിയറസ്റ്റ് ആണ് പിന്നെ മലപ്പുറം, മഞ്ചേരി ഒക്കെ 10 കിലോമീറ്ററിന്റെ ചുറ്റളവിലാണ് നമ്മളെ നൂർ മോട്ടോഴ്സ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും കണ്ടുനോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. ബാക്കി നമുക്ക് ടൊയോട്ട വണ്ടിന്റെ ഡീറ്റെയിൽ. അതെ 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 അതെ. ആദ്യത്തെ ക്രിസ്റ്റയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ വരുന്നത്? ഇത് 2018 മോഡല്, ഒറിജിനൽ കേരള, ഒറ്റ ഓണർ, 1,90,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസ് 18 മോഡൽ. ഏതാ ഓപ്ഷൻ വരുന്നത്? G4+. G4+ മാനുവൽ ഒറിജിനൽ കേരള ക്രിസ്റ്റയാണ്. എവിടെ രജിസ്ട്രേഷൻ? KL 7 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി, എറണാകുളം വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? ഇത് നമ്മള് 16 റുപ്യാണ് എല്ലാവരും ചോദിക്കുക. നമുക്ക് 15 റുപ്യ നമ്മൾ ആവശ്യപ്പെടുള്ളൂ. 15,50,000 രൂപയ്ക്ക് 2018 G+ ഒറിജിനൽ കേരള വണ്ടി 1,90 പ്രോപ്പർ സർവീസ് പോയ ക്രിസ്റ്റയാണ്. ഓട്ടം ക്രിസ്റ്റ അറിയുന്നവർക്ക് അറിയാം. ഓട്ടം ഒന്ന് ക്രിസ്റ്റക്ക് ഒരു വിഷയമല്ല അല്ലെ? ടയോട്ടന്റെ വണ്ടി ഓടും തോറും സ്മൂത്ത് ആകുന്ന ഒരു സാധനം, ഓടും തോറും സ്മൂത്ത് ആകും. ഓട്ടം കൂടിയല്ലാണ്ട് ഒന്നും സംഭവിക്കണല്ലോ. അവിടെ 4-5 ലക്ഷം കൂടിയ വണ്ടികൾ നമ്മളെ 8,10,000 കൂടിയ വണ്ടി ഞാൻ എൻ്റെ മുൻ അനുഭവത്തിൽ നമ്മൾ വിറ്റതാണ്. ഇന്ന് പോലെയായിട്ട് ഞാൻ നല്ല ബന്ധമുണ്ട്. അപ്പൊ അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ചില ആളുകൾക്ക് ലോ കിലോമീറ്റർ തന്നെ വേണം. അങ്ങനത്തെ വണ്ടികളുണ്ട് നമ്മളതിൽ. 80 ഓടിയ വണ്ടി, 60 ഓടിയ വണ്ടിയൊക്കെ ഉണ്ട്. അത് വില കൂടും, അതിന്റെ മാറ്റം വരും. അതെ അതെ അതെ. സെക്കൻഡ് ഹാൻഡിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ മാറ്റങ്ങൾ. അതെ അതെ അതെ. ഇതിന് ലോൺ എത്ര ചാൻസ് ഉണ്ട്? ഇത് ഏകദേശം നമ്മളെടുത്ത് കൊടുക്കുന്ന വണ്ടി പ്രൊഫൈലുള്ള ആളാണെങ്കിൽ ഒരു 1-1.5-2 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ എല്ലാ വണ്ടിയും നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും. പ്രൊഫൈലാണല്ലോ ഇതിന്റെ ഒക്കെ വലിയ ഘടകം. പ്രൊഫൈലുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇറക്കാൻ പറ്റും. അതെ അതെ അതെ, മാക്സിമം ഇറക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും അടുത്ത വണ്ടി അടുത്തത് വൈറ്റ് ക്രിസ്റ്റ. ഇത് 2016 സെക്കൻഡ് ഓണർ, ഒറിജിനൽ കേരള വണ്ടി, Z ഓട്ടോമാറ്റിക് 16 Z ഓട്ടോമാറ്റിക് ക്രിസ്റ്റ ഇറങ്ങിയ വർഷത്തുള്ള വണ്ടിയാണ്. അതെ. പിന്നെ ഏതാ രജിസ്ട്രേഷൻ വരുന്നത്? ഇത് വരുന്നത് KL 59, കണ്ണൂർ ജില്ലക്കാരനാണ്. തളിപ്പറമ്പ്. അതെ.
കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ കറക്റ്റ് പ്രോപ്പർ സർവീസ് ഉണ്ട് 3 ലക്ഷം കിലോമീറ്റർ. 3 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2016 Z ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഇപ്പോൾ ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡ് ഓണർ. സെക്കൻഡ് വരുന്ന ആള് 3 ആവുള്ളൂ. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നത് ഇപ്പോൾ? ഇത് നമ്മൾ 17,000 18,000 Z ഓട്ടോമാറ്റിക്കിന്റെ വില. ഇത് ഓട്ടം കൂടിയതുകൊണ്ട് ഞാൻ വില കുറച്ച് കൊടുക്കും. എന്തെങ്കിലും ഒരു നെഗറ്റീവ് നമുക്ക് നമ്മൾ 16 റുപ്യ ആസ്ക് ചെയ്യും. മാന്യമായ രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാം, കുറച്ച് കൊടുക്കാം. 16 Z ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള വണ്ടി നമ്മൾ 16 ലക്ഷം റുപ്യ ആസ്ക് ചെയ്യും. മാന്യമായ രീതിയിൽ ചെയ്തും കൊടുക്കും, കുറച്ചും കൊടുക്കുന്നുണ്ട്. അതെ, 16 ചോദ്യമേ ഉള്ളൂ, മാറ്റി തരും, ന്യായമായിട്ട് ചെയ്തു കൊടുക്കും. ലോൺ ഒരു 14 കണ്ട ഇറക്കി 2 റുപ്യ മുടക്കുള്ളവന് ശരാശരി വണ്ടി കൊടുക്കാം നമുക്ക്. അടുത്തതാ വൈൻ റെഡ് ക്രിസ്റ്റ. 2019 തേർഡ് ഓണർഷിപ്പിലുള്ള 140 ഓടിയ ഒറിജിനൽ കേരള വണ്ടി 2.8 G+. അല്ല, നിങ്ങളടുത്ത് റീ വണ്ടി ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഒരു ലൈൻ ഇങ്ങനെ അങ്ങനെ കാണിച്ചു തരുമ്പോൾ കേരള വണ്ടിന്റെ ആളുകൾ വരുമ്പോൾ ആ ഒരു ലൈനിൽ അങ്ങനെ കറക്റ്റ് കേരള വണ്ടി വെക്കല. എല്ലാ സാധനവും ഉണ്ട്. ക്രിസ്റ്റ ആണോ ഒരു 25ഓളം ക്രിസ്റ്റീൻ, ഒരു 25ഓളം ഇന്നോവയും, ഒരു 10-12 ഫോർച്യൂണറും. ടയോട്ടന്റെ വണ്ടികളാണോ ആവശ്യക്കാർക്ക് നമ്മളെടുത്തൊന്ന് ബന്ധു നോക്കി പോവുക. അങ്ങനെ ഉണ്ടല്ലോ, ബന്ധു നോക്കിയിട്ട് നമ്മളെ വണ്ടി നോക്കുക, നമ്മളെ വിലപ്പാകുണ്ടോ, വണ്ടി ക്വാളിറ്റി ഉണ്ടെങ്കിൽ എടുത്താൽ മതിയല്ലോ. ഒരു മുതൽ വാങ്ങാൻ വരുന്നോണ്ട് എല്ലായിടത്തും പോയി ചെക്ക് ചെയ്യാം. അങ്ങനെ ഉണ്ടല്ലോ, എവിടെയാണോ ക്വാളിറ്റി, എവിടെയാണോ വിലക്കുറവ്, അവിടുന്ന് പോലും എടുക്കാൻ പാടുള്ളൂ. ഞാനൊരു മുതൽ വാങ്ങാൻ പോകുമ്പോൾ ഞാനും അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ ചെയ്യാം. അപ്പോൾ 19 പിന്നെ തേർഡ് ഓണറിലുള്ള 140 ഓടിയ ഒരു ക്ലെയിമും ഇല്ലാത്ത G+ വണ്ടി. KL71 മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടി. രജിസ്ട്രേഷൻ ചെയ്താണ് അല്ല, ഒറിജിനൽ കേരള KL71 റൈസർ കിടക്കുന്നത് വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 18,900 നമ്മൾ ആസ്ക് ചെയ്യുന്ന വില. 18,900. 19 G+ ആണ് ഒറിജിനൽ കേരള ഓട്ടോമാറ്റിക് 140 ഓടിയ ഹൈ ക്വാളിറ്റി വണ്ടി ഓട്ടോമാറ്റിക്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതും സെയിം വൈൻ റെഡ് കളർ തന്നെ. ഇതും ഒറിജിനൽ കേരള അല്ല, ഇത് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2016 2.8 Z ഓട്ടോമാറ്റിക്. ഓക്കെ, 16 2.8 Z ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ അതെ അതെ, റീ ആയ വണ്ടി. ഓട്ടം എത്ര പോയി? ഓട്ടം 1,90,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 16 റുപ്യന്റെ വണ്ടിയാണ്. നമുക്കൊരു 15.25 റുപ്യ വേണ്ട, 15.5 രൂപ കിട്ടിയ ഫൈനൽ നമുക്ക് കൊടുക്കാം. 15.5 ലക്ഷത്തിന് കേരള നമ്പർ ആയ വണ്ടി. ഒന്നും നോക്കണ്ട. ഇനി എന്താ ചെയ്യുക, താക്കോല് മേടിക്കുക, പോവുക. വേറൊരു ചടങ്ങ് തിമ്പ മുകളിലില്ല. അത്രേ ഉള്ളൂ. ഇരുടായിക്കൊണ്ടിരിക്കുക. അതെ അതെ അതെ, ഇരുടായിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആയിട്ട് കാണുന്നില്ല, ക്ഷമിക്കണം. അല്ല, ഇന്റീരിയർ എക്സ്റ്റീരിയർ നമുക്ക് എന്താ ചെയ്യാം, ഞാൻ പറഞ്ഞില്ല, നമ്മളെ 4 നമ്പർ കൊടുക്കും. ഇതിലൊക്കെ കാറ്റലോഗ് ഉണ്ട്. വണ്ടിയുടെ A to Z, മുന്നേ, ബാക്ക്, റൈറ്റ്, ലെഫ്റ്റ്, ഉള്ളും സീറ്റും കാര്യങ്ങളും മൊത്തം ഫോട്ടോസ് ഉണ്ടാവും. അത് നോക്കിയാൽ തന്നെ മനസ്സിലാവുമല്ലോ. വീഡിയോ കാണാൻ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ആവശ്യക്കാർക്ക് അങ്ങനെ നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, 4 നമ്പറിൽ നമ്മൾ കാറ്റലോഗ് ഉണ്ടായാലും ഒരു ഹായ് വിട്ടാൽ നമ്മളെ ഫുള്ള് ലിങ്ക് വൽക്ക് കിട്ടും. ഏതും നോക്കി അങ്ങനെ ചെയ്യാം. അപ്പൊ ഇന്റീരിയർ കാണുന്നില്ലെങ്കിൽ ക്ഷമിക്കുക, ഇരുടായി. അതെ 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 അതെ, ലേശം തിരക്കായി പോയി. അടുത്തതാ വൈറ്റ് ക്രിസ്റ്റ. ഇത് റീ ആയ വണ്ടി 2016 G4 ഓട്ടോമാറ്റിക്. 16 കൂടുതൽ കാണുന്നത്. 16, 17, 18, 19, 20, 21, 22 വരെ. ക്രിസ്റ്റ ഇറങ്ങിയത് 16 തൊട്ട് 22 വരെയുള്ള വണ്ടി നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ആവശ്യക്കാർക്ക് ഏതും തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓഫർ നമ്മളെ കയ്യിൽ, ഓപ്ഷൻ നമ്മളെ കയ്യിൽ റെഡിയിലുണ്ട്. 16 G4 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടം എത്ര പോയി? ഓട്ടം 2 ലക്ഷം കിലോമീറ്റർ, പ്രോപ്പർ കിലോമീറ്റർ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡ്. KL11 കോഴിക്കോട് ജില്ലയിൽ റീ ആയ വണ്ടി. എത്ര ചോദിക്കുന്നതിന് ഇപ്പോൾ? ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന വില 14,90,000 റുപ്യ. 14,90,000. 16 G4 ഓട്ടോമാറ്റിക് ഒരു 14,500 റുപ്യ നമുക്ക് ഫൈനലി ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. 14,50,000. ഇതിൽ ഒന്നും ചെയ്യാനില്ല, കേരള നമ്പർ. അതെ അതെ അതെ, പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. ഇൻഷുറൻസ് ഞാൻ 1 മാസം കാലാവധി ഉള്ളൂ. നമ്മൾ കൂട്ടിയിട്ട് ഈ ഒരു കൊല്ലത്തിന് ഞാൻ അത് എടുത്തു കൊടുക്കും. അടുത്തതാ നല്ല അടിപൊളി ഒരു അലോയ് വീലൊക്കെ ചെയ്ത ക്രിസ്റ്റയാണ്. അലൈവിൽ നിന്ന് മാത്രമല്ല, ഇതുമല്ലൊന്നും ഒരു മുട്ടുസൂചി, ഒരു മുട്ടുറുപ്പ ചിലവാക്കാല്ല. ഫേസ് ലിഫ്റ്റ് ഞാൻ ചെയ്തതാണ്. സൈഡ് സ്റ്റെപ്പ്, റൂഫ് റെയില്, പിന്നെ ഡോർ വൈസർ, ക്യാച്ച് കവർ, അലൈവ്സ്, ഒന്നും ഒരു 50 പൈസ നമ്മൾ ചെലവാക്കണ്ട. പിന്നെ ഈ ഒരു ഹൈലൈറ്റ് ഞാനത് പറഞ്ഞിട്ടില്ല. ഡിസംബർ 31 വരെ നമ്മൾ ഇയർ എൻഡ് ന്യൂ ഇയർ ഓഫറാണ്. ഏത് വണ്ടി എടുത്താലും ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു കൊടുക്കും. ഫുൾ ടാങ്ക് ഡീസൽ ന്യൂ ഇയറോ ഇയർ എൻഡോ അല്ലെങ്കിൽ ക്രിസ്മസോ എന്ത് ഓഫറും ആണെങ്കിൽ നമുക്ക് പറയാം. ഓഫറിൽ കാര്യങ്ങളില്ലല്ലോ. നമ്മൾ വരുന്ന ആൾക്കാരെ വില കുറച്ച് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് നമ്മൾ കൊടുക്കും. ഇതെങ്ങനെ മോഡൽ? 2017 ആണ്. നിലവിൽ സെക്കൻഡ് ഓണർ ആണ്. 140 ഓടിയ ഒറിജിനൽ കേരള വണ്ടി 2.8 G. 2.8 G ആണ് ഒറിജിനൽ കേരള. അതെ അതെ. എത്ര ഇപ്പൊ ചോദിക്കുന്നത്? ഇത് നമ്മൾ 17 രൂപ ആസ്ക് ചെയ്യും. 17. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വരുന്നത്. ഇതൊക്കെ എന്താ പറയുക, വണ്ടി എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഒരുപാട് വില ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മളൊരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ മാക്സിമം വില കുറച്ച് നമ്മൾ ഇതിലൊക്കെ ചോദിക്കുള്ളൂ. തൊള്ളി കൊള്ളാത്ത വില ചോദിച്ചാൽ മുതൽ ഇവിടെ എടുക്കും. നമ്മൾ അടുത്ത വീഡിയോയിൽ ഈ ഡിസ്പ്ലേ അല്ല കാണേണ്ടി, ഒരു പകുതിയെങ്കിലും ഡിസ്പ്ലേ മാറണ്ടേ. ആ ഒരു വിലയെ ഞാൻ ചോദിക്കലുള്ളൂ. ഒറിജിനൽ കേരള വണ്ടിയാണ്. അതെ അതെ അതെ. ക്രിസ്റ്റ മാറി നമ്മൾ ഇന്നോവയിലെത്തിയില്ല. അതെ അതെ, ഇന്നോവകളും നമ്മളടുത്ത് ഇതൊരു ചാകരയാണ്. ഇത് തീരൂല. ഒരു 10-25 ഇന്നോവയും നമ്മളടുത്ത് റെഡി സ്റ്റോക്ക് ഉണ്ട്. 2006 തൊട്ട് 6, 7,
10, 11, 12, 13, 14, 15, 16 ലാസ്റ്റ് വരെ ഏകദേശം 6 തൊട്ട് 8, 9, 10 കുറവാണ് നമ്മളെ കയ്യിൽ. 6ലും 7ലും ഓരോ 1-2 വണ്ടികളുണ്ട്. 12 തൊട്ട് 16 വരെയുള്ള എല്ലാ സ്റ്റോക്കും ഇന്നോവ നമ്മളെ കയ്യിലുണ്ട്. എല്ലാ ഓപ്ഷനും ഉണ്ട്. ഇത് 2015 ആണ്, G4 ആണ്, റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ക്രിസ്റ്റയുടെ വീല്, പ്രൊജക്ടർ ലൈറ്റ്, ആൻഡ്രോയിഡ്, സീറ്റ് കവർ, ഫ്രണ്ട് സ്കേർട്ട്, ബാക്ക് സ്കേർട്ട്, അഡീഷണൽ ഞാൻ പറഞ്ഞില്ല 1 ലക്ഷം റുപ്യന്റെ ഫിറ്റിംഗ്സ് ഒരു കസ്റ്റമർ ചെയ്യുകയാണെങ്കിൽ ചെയ്യണം. ആ സംഗതിയൊക്കെ നമ്മൾ ചെയ്ത് വെച്ച വണ്ടിയാണ്. അതായത് ചൊർക്ക് എത്ര ഉണ്ടോ അതിനനുസരിച്ച് വണ്ടി പെട്ടെന്ന് പോകും. അപ്പൊ നമ്മളെ വണ്ടിമ്മ പൈസ ചെലവാക്കുന്ന കാര്യത്തിന് എന്തെങ്കിലും പിസ്കത്തരം കാട്ടാൻ പറ്റൂല. അവരും പിന്നെ എടുത്തിട്ട് പിന്നെ വരുന്ന ആളുകൾ പറയട്ടോ നമുക്ക് ഈ മോഡലിലാക്കി തന്നെ ഏത് വണ്ടി നമ്മൾ ആക്കി കൊടുക്കും ചോദിച്ചോ. അതായത് നിലവിലുള്ള കണ്ടീഷനിലേ തരുള്ളൂ എന്നുള്ള കച്ചവടം നമ്മൾ എടുത്തില്ല. കസ്റ്റമർക്ക് കല്ലായിപ്പാലം പൊന്നാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതാക്കി കൊടുക്കും. നമ്മളെ സ്റ്റൈൽ അതാ. കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ 2,80,000 കിലോമീറ്റർ പ്രോപ്പർ ആണ്. ആ വണ്ടി പ്രോപ്പർ ആണ്. 280 ഓടിയിട്ടുണ്ട്. പ്രോപ്പർ ആണ്. അല്ല പ്രോപ്പർ ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതെ അതെ. നമ്പറായി നമുക്ക് 9 രൂപക്ക് ഫൈനൽ കൊടുക്കാം. 9 ലക്ഷത്തിന് ഈ ഒരു ഇന്നോവ 1 ലക്ഷം റുപ്യന്റെ ഫിറ്റിംഗ്സ് ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ 8 8:45 കൊടുക്കും. അപ്പൊ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യണ്ട. ഒരു 50 പൈസ ചെലവാക്കണ്ട. ഇന്നലെ ഞാൻ ഫുൾ ടാങ്ക് അടിച്ചു തരും. നിങ്ങൾ കൊണ്ടുപോയാൽ മതി. ഇത് നിങ്ങൾക്ക് ഫുൾ ലോണിൽ കൊണ്ടുപോകാൻ പറ്റിയ ഫോർച്യൂണർ ആണ്. അത് ഒറിജിനൽ കേരള വണ്ടി. 2014 മോഡൽ, ഫ്രണ്ട് സ്കേർട്ട്, ബാക്ക് സ്കേർട്ട്, ഹെഡ്ലൈറ്റ്, പ്രൊജക്ടർ, GR-ന്റെ ഗ്രില്ല്, ഇതൊക്കെ നമ്മൾ ചെയ്ത് 2014 സെക്കൻഡ് ഓണറിൽ വരുന്ന ഒറിജിനൽ കേരള വണ്ടി. 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 4 ലക്ഷം രൂപയുടെ ക്ലെയിം ഉണ്ട്. ടയോട്ട ഷോറൂമിൽ നിന്നാണ് പറഞ്ഞിട്ടേ തരുള്ളൂ. എവിടെ കൊണ്ടിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തു. അതുകൊണ്ടാണ് ഫുൾ ലോൺ കിട്ടുന്നത്. അതെ അതെ അതെ. വണ്ടിന്റെ വില ശരാശരി ഒരു 16 റുപ്യ കുറച്ച് ജാതി വണ്ടി കിട്ടൂല. ആ സാധനം ഞാൻ 13,400 റുപ്യക്ക് നിങ്ങൾക്ക് തരും. ആ 13,400 റുപ്യ ലോണും ബാങ്ക് കൊടുക്കും. ഫുൾ ലോൺ പ്രൊഫൈലുള്ള ആളാവണം. അല്ല വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അതെ അതെ. അത് ഒറിജിനൽ കേരള വണ്ടി 2 വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ ആണ്. അതെ അതെ. ടൊയോട്ട ഹിസ്റ്ററി എടുത്ത് നോക്കാം. ഈ പറഞ്ഞ പോലെ 4 ലക്ഷത്തിന്റെ ക്ലെയിം ഉണ്ട്. മേജർ ഫ്ലഡ് ഇല്ല, ടോട്ടൽ ലോസ് ഇല്ല, അങ്ങനത്തെ ഒരു കേസും ഇല്ല. ഷോറൂം ക്ലെയിമേ ഉള്ളൂ. ഓൾറെഡി ഇപ്പൊ 14 ലക്ഷം റുപ്യ IDV ഇൻഷുറൻസ് ഉണ്ട് വണ്ടി. ഫുൾ ലോൺ നോക്കുന്നവർക്ക് എന്താ. അതെ അതെ അതെ. അടുത്ത ഫോർച്യൂണർ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2014 റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 1,60,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസ്. ഷോറൂം സർവീസ് ഗ്യാരണ്ടി. ടയോട്ടയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് പൈസ തന്നാൽ മതി. 2 വീൽ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഓട്ടം 1,60,000 കിലോമീറ്റർ. ഒരു ഡിക്കിന്റെ ഗ്ലാസ് അല്ലാതെ ഒരു റീപ്ലേസും ഇല്ല. ഗ്യാരണ്ടിയും കൊടുക്കും. മേജർ കേസ് അതായത് ഫ്ലഡ്, ടോട്ടൽ ലോസ്, ചെറിയൊരു ബമ്പർ മാറിയില്ല, ലൈറ്റ് മാറിയില്ല, മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, ടോട്ടൽ ലോസ്, ഇങ്ങനത്തെ കേസുകൾ നമ്മൾ കൈകാര്യം ചെയ്യൂല. ഞാൻ അഥവാ ബൈ ചാൻസിൽ ഏതെങ്കിലും വണ്ടി കുടുങ്ങിയെന്നുണ്ടെങ്കിൽ അത് എഗ്രിമെന്റിൽ ഞാൻ എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. നാളെ ഇതിന്റെ വൈത്താലം നടക്കാൻ ഇവിടെ ഒഴിവില്ല. അതാണ് അതിന്റെ വിഷയം. ഇത് നമ്മൾ ഒറ്റ വില പറഞ്ഞാൽ മതി. 13,25,000 റുപ്യക്ക് 14 2 വീൽ ഓട്ടോമാറ്റിക് 160 പ്രോപ്പർ സർവീസുള്ള വണ്ടി ഞാൻ കൊടുക്കും. കേരള നമ്പർ ആയിട്ടുള്ള വില അത് പറയുന്നില്ല. അതുകൊണ്ടാണ് എടുക്കാൻ ഞാൻ എല്ലാ വണ്ടിയും KL ആയത് കേട്ടോ. HR, UP, ഡൽഹി, ഗുജറാത്ത്, തെലങ്കാന, ആന്ധ്ര, കർണാടക ഒക്കെ എന്റെ കയ്യിലുണ്ടാവും. ഞാൻ അങ്ങനെ കൊടുക്കൂല. KL ബോർഡ് വെച്ചിട്ടേ കൊടുക്കുള്ളൂ. അടുത്തത് ഒറിജിനൽ ഷേപ്പ് തന്നെ ഒരു ഫോർച്യൂണർ. ഒറിജിനാലിറ്റി വന്ന അതേ കണ്ടീഷനിൽ ജെന്യൂൻ വണ്ടി. ഏതാ മോഡൽ? 2016 സിഗ്മ 4. കേരള വണ്ടി. അതെ, ഒറിജിനൽ കേരള വണ്ടി 4 വീൽ ഓട്ടോമാറ്റിക്. അതെ, സിഗ്മ 4 ആണ് ഓപ്ഷൻ. അതെ. ഓട്ടം 1,70,000 കിലോമീറ്ററിൽ ഓടിയ ഒറിജിനൽ കേരള വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 32 റുപ്യ. നമ്മളൊരു കസ്റ്റമർ വണ്ടിയാണ്. 32 റുപ്യ. അതെ അതെ. ഇത് പല വണ്ടികളും പാർക്ക് ആൻഡ് സെയിൽ ഉണ്ടാവും. അത് നോക്കണ്ട. ഇതിന്റെ ഉള്ളിൽ കയറിയ പിന്നെ അതിന്റെ ഉത്തരവാദിത്തം എനിക്കാണല്ലോ. അതെ, ഇൻചാർജ്. അതെ അതെ. അപ്പൊ പിന്നെ ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയേണ്ടായിരുന്നില്ല. 32 റുപ്യ ആസ്ക് ചെയ്യേണ്ട നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ന്യായമായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു കൊടുക്കാം. പൈസയായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, മുതൽ ഞാൻ കൊടുക്കും. അത്രയിൽ പറയാനുള്ളൂ. ഒറിജിനൽ ഷേപ്പ്, ഒന്നും ചെയ്യാത്ത ജെന്യൂൻ വണ്ടി, ഒറിജിനാലിറ്റി, കറക്റ്റ് വണ്ടി. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. മാക്സിമം എന്നാലും ലോൺ കിട്ടും. മാക്സിമം ഒക്കെ ചെയ്തു കൊടുക്കും. 28 ലക്ഷം ഒക്കെ 25, 26, 27 ഒക്കെ കിട്ടും. പ്രൊഫൈലാണ് ഈ ലോണിന് എന്ന് പറഞ്ഞ സംഗതി. ആളെ ചൊറുക്കല്ല. വണ്ടിക്ക് കയറും. വണ്ടിക്ക് സൂപ്പറായിട്ട് കയറും. വീണ്ടും ഇന്നോവയിലെത്തി. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2012 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള ഒറിജിനൽ കേരള വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് ഒറിജിനൽ കേരള. 1,63,000 ജെന്യൂൻ കിലോമീറ്റർ ഉള്ള വണ്ടി. G4 അല്ല, 2.4V. 2.5V. നോവൽ അങ്ങനെയാണല്ലോ വരിക. 2.5V. അതെ അതെ. അലോയ്സും കാര്യങ്ങളൊക്കെ വരും. ABS, എയർ ബാഗ്, അലോയ്സ്, ഇത് പറയണ്ടല്ലോ. ഫുൾ ഓപ്ഷൻ, അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ അതെ. 12 മോഡൽ ഒറിജിനൽ കേരളയാണ്. കിലോമീറ്റർ 1,63,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 8 റുപ്യന്റെ വണ്ടിയാണ്. ഇയർ എൻഡ്, ന്യൂ ഇയർ, ക്രിസ്മസ് ഓഫർ നമുക്ക് 8,25,000 റുപ്യ കൊടുക്കാം. 8.4 ലക്ഷത്തിന് ഒറിജിനൽ കേരള V ഓപ്ഷൻ വാഹനമാണ്. കൊണ്ടുപോകാം. മാക്സിമം എന്തായാലും ലോണും കയറും. മാക്സിമം എന്തായാലും 7 റുപ്യ ലോണും കിട്ടും. 6.5 റുപ്യ ലോണും കിട്ടും. അടുത്ത ഇന്നോവ
ഇതൊന്നും ചെയ്തിട്ടില്ല അല്ലേ ഷേപ്പ്? അല്ല 2000 ആക്കി ടൈപ്പ് അല്ല 4 അല്ല, ഇത് ഓൾറെഡി 2015 2015 ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി 1.95 ഓടിയിട്ടുണ്ട്. പ്രോപ്പർ കിലോമീറ്റർ ആണ്. ഓണർഷിപ്പ് 4 ആണ്. 1.95 ഫുൾ ഹിസ്റ്ററി ഉണ്ടാവും. ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടി. 4ാമത് ഓണറായിട്ട്. അതെ അതെ. അപ്പോൾ ഈ ഓണർഷിപ്പ് കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അതെ അതെ. ഓണർഷിപ്പ് കൂടുമ്പോൾ ഫിനാൻസും കാര്യങ്ങളൊന്നും ബന്ധമല്ല. ചില ആളുകൾ എന്തുകൊണ്ട് ഇത് മാറി എന്നുള്ളത്. ഇപ്പം എൻ്റെ വണ്ടി ഇനി 1 കോടി റുപ്യ തരാനാലും മാറാതെ ഞാൻ എൻ്റെ ഗേറ്റിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ വണ്ടി കൊടുക്കൂല. അപ്പോൾ അടുത്ത ആൾ 5 ആവും, ഒന്നുള്ളത് 2 ആവും, 3 ആവും. ഇതൊക്കെ സ്വാഭാവികമാണല്ലോ. അതെ, മെയിനായിട്ട് ലോണിന്റെ പ്രശ്നമാണ്. പിന്നെ ആൾക്കാർ മാറി മാറി ഉപയോഗിച്ചു എന്ന് വെച്ചിട്ട് അതൊന്നും നോക്കണ്ട. അതൊക്കെ പല സാഹചര്യങ്ങളുണ്ടാവും. ഒന്ന് വണ്ടി എടുക്കുന്ന മാതിരി അവര് 6 മാസം കഴിഞ്ഞാൽ അവന്റെ സ്റ്റേജ് പൈസക്ക് സാമ്പത്തികം ബുദ്ധിമുട്ട് വരുമ്പോൾ വണ്ടി വിൽക്കൂലേ, കിട്ടണേനെ വിൽക്കും ചെല്ലൂര്. അതൊക്കെ സാമ്പത്തികമായിട്ട് അതെ അതെ. സാമ്പത്തികമായിട്ട് ഉയരുമ്പോൾ എന്ത് ചെയ്യും, അങ്ങനെയുണ്ട്. നമ്മള് കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുക, ഉയർച്ചയിലൊക്കെ വരില്ല. നമ്മുടെ ചെറിയ വണ്ടി ഇപ്പം എന്താ നമ്മൾ ഈ എപ്പിസോഡിൽ പറഞ്ഞിട്ടില്ല, ഇവിടെ സമയമല്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്തൊരു 10ഓളം വണ്ടിയുണ്ട്. ചെറിയ വണ്ടികൾ കേട്ടോ. ചെറിയ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർട്ടിക ഉണ്ട്. 2.5 ലക്ഷം റുപ്യന്റെ എർട്ടിക, 1.5 ലക്ഷം റുപ്യന്റെ റിഡ്സ്, 1.5 റുപ്യന്റെ ഡിസയർ, 2.25 ലക്ഷം റുപ്യന്റെ ലിവ, ഇങ്ങനത്തെ ഒരു 10-15 പൊടി വണ്ടികൾ, ചെറിയ വണ്ടികൾ ചെറുതുണ്ട്. അപ്പൊ നമ്മളെന്താ ഒന്നാമത് നമ്മളെ സൗകര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അങ്ങേ ഷോറൂമിലാണ് ആ സാധനങ്ങൾ. എൻ്റെ റെഡ് ബെൽ യൂസ്ഡ് കാറിന്റെ പഴയ ഷോറൂം, അത് 100 മോട്ടോഴ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ. ഇതിന്റെ പഴയ ഷോറൂമിൽ ചെറിയ വണ്ടികളുടെ ഒരു ശേഖരം തന്നെ ഉണ്ട്. ഒരു 10-15 ചെറിയ വണ്ടികൾ. ഇതൊന്നും ഞാൻ പർച്ചേസ് ചെയ്യണില്ല, എക്സ്ചേഞ്ച് വണ്ടികൾ. പിന്നെ നമ്മളൊരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഏത് വണ്ടി എക്സ്ചേഞ്ച് ഉണ്ടെങ്കിലും ഞാൻ ഏറ്റെടുക്കും. വണ്ടി ചാവി ഇട്ട് സ്റ്റാർട്ടായ ഓടണം എന്നുള്ളൂ. പേപ്പർ വാലിഡ് ഉള്ള വണ്ടി കണ്ടീഷൻ ആണോ ഞാൻ എക്സ്ചേഞ്ചിന് എടുക്കും. അത് നമ്മളെ സ്റ്റൈല്. അപ്പൊ നിങ്ങൾക്ക് എക്സ്ചേഞ്ചിൽ വരാം. പറഞ്ഞു വന്ന് 15 1.95 ഓടിയ ഒറിജിനൽ കേരള വണ്ടി. ഇത് നമ്മൾ എന്ത് ചെയ്യും, 9 റുപ്യന്റെ വണ്ടിയാണ്. നമുക്ക് ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ട് ഒരു 8.25 റുപ്യക്ക് ഇത് കൊടുക്കാം. 8.25 G4 വണ്ടി ക്രിസ്റ്റൈഡ് അലവിയിലും പ്രൊജക്ടർ ലൈറ്റും ആൻഡ്രോയിഡും സീറ്റ് കവറും എല്ലാ സംഗതിയുണ്ട്. ഇതൊക്കെ ഞാൻ ആവശ്യക്കാരനാണെങ്കിൽ ഫുള്ള് ലോണും കിട്ടും കേട്ടോ. പ്രൊഫൈലുള്ള ആൾക്കാണെങ്കിൽ 8.5 ലക്ഷം റുപ്യ ലോൺ തന്നെ നമുക്ക് കിട്ടും. കേരള വണ്ടിയാണിത്. 8.5 ലക്ഷം റുപ്യ ലോണും കിട്ടും. അടുത്ത വണ്ടി നമ്മുടെ അവസാനത്തെ ഇന്നോവ. സ്റ്റോക്ക് ഒരുപാടുണ്ട്, പക്ഷേ വീഡിയോയിൽ അതെ അതെ. സ്റ്റോക്ക് നമ്മളെടുത്ത് പറഞ്ഞാൽ ഇതൊരു ബഹറാണ് നമ്മളെടുത്ത്. ഇന്നോവന്റെ ടയോട്ടന്റെ വണ്ടികൾ ഏത് ആവശ്യക്കാരുണ്ടെങ്കിലും വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ വന്നോളി. 2006 തൊട്ട് 16 വരെ ഉണ്ട്. ക്രിസ്റ്റ 16 തൊട്ട് ഇറങ്ങിയത്. ക്രിസ്റ്റ 16 22 വരെ അതുണ്ട്. ഫോർച്യൂണറും നമ്മളെടുത്ത് എന്തുണ്ട്, 12, 13, 14, 15, 16 വരെ അതും ഉണ്ട്. ഇത് 2015 റീ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടി. 15 റീ ആയി കഴിഞ്ഞു. അതെ അതെ. G4 വണ്ടിയാണ്. ഇതിപ്പോ നമ്മളാണ് ഇങ്ങനെ മൊഞ്ചാക്കിയിട്ട് ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ട് ഒരു കൊണ്ടുപോകണോ ഓയിൽ ചേഞ്ച് അടക്കം ഞാൻ ചെയ്ത് വെച്ചാ 10,000 കിലോമീറ്റർ ഞാൻ ചിന്തിക്കുന്ന വേണ്ട. 4 ടയറും പുതിയതുണ്ട്. എല്ലാ വണ്ടിക്കും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അത് എല്ലാ വണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കും വന്നിട്ട് ഇതൊക്കെ ഓടി വരുന്ന വണ്ടികളാണ്. ഇതിന്റെ മുമ്പ് ആരും ഉപയോഗിച്ചൊന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മളെ സ്വന്തം വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടുന്ന് എല്ലാ വണ്ടിന്റെ എഞ്ചിൻ ഓയിൽ, ഗിയർ ഓയിൽ, പവർ സ്റ്റാരിംഗ് ഓയിൽ, ബ്രേക്ക് ഓയിൽ, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ മൊത്തം, അതായത് ഒരു ജെന്യൂൻ ചെക്കപ്പ് നമ്മൾ ചെയ്തിട്ട് ഏത് വണ്ടി കൊടുക്കുള്ളൂ. ഇതൊക്കെ എന്താ ആളുകൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ആളുകൾ ഇവിടുന്നാണ് സ്റ്റാർട്ടാക്കി എണ്ണി ഞാൻ ഫുൾ ടാങ്ക് അടിച്ചു കൊടുക്കുക. പിന്നെ അവിടെ കാസർഗോഡോ തിരുവനന്തപുരത്ത് എത്തിയിട്ട് ഒരു വണ്ടി നിർത്തുള്ളൂ. അതെ, ശ്രദ്ധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. സേഫ് അതാ. മറ്റേ വിളി വരും വൈമലെത്തുമ്പോൾ തൃശ്ശൂർ എത്തിക്കണം അല്ലെങ്കിൽ കണ്ണൂർ എത്തിക്കുന്ന വിളി. ആ വിളിക്ക് നമ്മൾ അവസരം കൊടുക്കാൻ പാടില്ല. അതെ. അപ്പോ ഇതെത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദ്യം ഉത്തരമൊന്നുമില്ല. 8,50,000 റുപ്യ. 8.5 ലക്ഷത്തിന് 2015 G4 കേരള നമ്പർ ആയി കഴിഞ്ഞ വാഹനം. ഫുൾ ക്വാളിറ്റി നീറ്റ് ഉള്ള ഒരു വണ്ടി. ഓക്കെ. അപ്പോൾ തൽക്കാലം അത്രയേ ഉള്ളൂ. ചെറുവണ്ടികളൊക്കെ ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ. എക്സ്ചേഞ്ചിൽ വാഹനങ്ങൾ എടുക്കുന്നുണ്ട്. ബൈക്ക് എടുക്കും. എക്സ്ചേഞ്ച് ബൈക്ക് നല്ല ഏത് സാധനം നമ്മൾ എടുക്കും. അതിനൊന്നും പഞ്ഞിപ്പം താരങ്ങൾ നമ്മളൊരു ആടുംകുട്ടിയും ബൈക്കുട്ടിയും വെച്ച് മാറണമെന്നാണ് അതും ഞാൻ മാറ്റി കൊടുക്കും. ആവശ്യക്കാർക്ക് അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട. ഇതിന് ആവശ്യക്കാർ എന്റെ കയ്യിൽ ഇതാണുള്ളത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മേടിച്ചു വെക്കും. അതിനൊരു ഏതൊരു സംഗതിക്ക് ഒരു മൂലധനം ഉണ്ടാവുമല്ലോ. ആ സാധനം നമ്മൾ മേടിച്ചു വെച്ചിട്ട് വണ്ടി നമ്മൾ കൊടുക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വിളിച്ചോളൂ. ഒരുപാട് ഇരട്ടി. അതെ അതെ. സമയം ഒരുപാട് വൈകി. വീണ്ടും പറയുകയാണ്, നമ്മൾ ഇതിൽ 4 നമ്പർ കൊടുക്കുന്നുണ്ട്. 4 നമ്പറിലും കാറ്റലോഗ് ഉണ്ട്. പിന്നെ നമ്മൾ ചില സമയത്ത് തിരക്കാണെങ്കിൽ വിളിച്ചെടുക്കൂല. വാട്സപ്പിൽ ഒരു ആയി വിട്ടാൽ മതി. നമ്മളെല്ലാ വണ്ടിൻ്റെയും റെഡി സ്റ്റോക്കുള്ള ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. നേരെ നമ്മളെ ലൊക്കേഷൻ 100 മോട്ടോഴ്സ് എന്ന് ഗൂഗിളിൽ അടിച്ചാൽ നിങ്ങളെ വണ്ടി ഇവിടെ കൊടുത്തിട്ടാണ് നിർത്തും. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി. എല്ലാവരും കമന്റിലേക്ക് പോകുന്നോളൂ. ബൈ.